നമസ്കാരം. സിനി ഭാരതിലേക്ക് സ്വാഗതം. ആമിർ ഖാന്റെ വിവാഹം നിയമവിരുദ്ധവും നിഷിദ്ധവുമാണ്. ഇസ്ലാമിന് ചേരില്ല. മൂന്നാം വിവാഹത്തിനെതിരെ ഫത്വ പുറപ്പെടുവിച്ച് രംഗത്ത് വരുന്നത് ചീഫ് മുഫ്തി മൗലാന ഇബ്രാഹിം ഹുസൈനാണ്. ബോളിവുഡ് നടൻ ആമിർ ഖാന്റെ മൂന്നാം വിവാഹവുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം ഉയർന്നിരിക്കുകയാണ്. 2026 ജൂലൈ 5 അദ്ദേഹം തന്റെ സുഹൃത്ത് ഗൗരി സ്പ്രാറ്റിനെ വിവാഹം കഴിച്ചു. ഇത് ആമിർ ഖാനെ മുസ്ലിം മത നേതാക്കളുടെ വിമർശനത്തിന് വിധേയമാക്കി. മുസ്ലിം പേഴ്സണൽ ദാറുൽ ഇഫ്തയുടെ രാജകീയ ചീഫ് മുഫ്തി മൗലാന ഇബ്രാഹിം ഹുസൈൻ വിവാഹത്തിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചു. ഇസ്ലാമിക നിയമങ്ങളും ശരിയത്ത് നിയമങ്ങളും അനുസരിച്ച് ഒരു മുസ്ലിം പുരുഷൻ ഒരു മുസ്ലിം അല്ലാത്ത സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് പൂർണ്ണമായും നിയമവിരുദ്ധവും നിഷിദ്ധവുമാണെന്ന് മുഫ്തി പറഞ്ഞു. ഈ പ്രസ്താവന ആമിർ ഖാന്റെ വിവാഹത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ മുതൽ കൂടുതൽ രാഷ്ട്രീയ വൃത്തങ്ങൾ വരെ ചൂടേറിയതും പുതിയതുമായ ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ്. ആമിർ ഖാന്റെ മൂന്നാം വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുസ്ലിം പേഴ്സണൽ ദാറുൽ ഇഫ്തയിലെ ഷാഹി ചീഫ് മുഫ്തി മൗലാന ഇബ്രാഹിം ഹുസൈൻ പറഞ്ഞത് ഇസ്ലാമിൽ വിവാഹം വളരെ പവിത്രവും ശക്തവുമായ സാമൂഹിക മത ബന്ധമായി കണക്കാക്കപ്പെടുന്നുവെന്നാണ്. ഒരു വിശ്വാസിയായ പുരുഷന് വിശ്വാസിയായ സ്ത്രീയെ മാത്രം വിവാഹം കഴിക്കാൻ അനുവാദമുള്ളൂ എന്നും അള്ളാഹു ഖുറാനിൽ കൽപ്പിച്ചിട്ടുണ്ട്. ഖുറാനും ശരീഅത്തും ഉദ്ധരിച്ച് അദ്ദേഹം തന്റെ ഫത്വയിൽ പറയുന്നു. ആദ്യം ഇസ്ലാം മതം സ്വീകരിക്കാതെ അമുസ്ലിം സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് കർശനമായി നിരോധിക്കുന്നു. ആമിർ ഖാൻ അടുത്തിടെ ഒരു അമുസ്ലിം സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് ഈ നിയമം പരസ്യമായി ലംഘിച്ചു. ഇത് ശരീഅത്ത് നിയമപ്രകാരം അദ്ദേഹത്തെ പാപിയാക്കുന്നു എന്നാണ് മൗലാനയുടെ വാദം. ഇതിനു പുറമെ പലതവണ വിവാഹം കഴിക്കുകയും പിന്നീട് അത് വേർപെടുത്തുകയും ചെയ്യുന്ന പ്രവണതയെക്കുറിച്ച് മുഫ്തി പരാമർശിക്കുന്നുണ്ട്. ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു ഭാര്യയെ വിവാഹം കഴിച്ച് വിവാഹമോചനം നടത്തുന്ന വളരെ തെറ്റായ ആചാരമാണെന്നും അദ്ദേഹം പറയുന്നു. ഭാര്യമാരുമായി നീതി പുലർത്താൻ പുരുഷന് കഴിയുമെങ്കിൽ മാത്രമേ ഇസ്ലാം രണ്ടാമതോ മൂന്നാമതോ വിവാഹം അനുവദിക്കുന്നുള്ളൂ. ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നിലധികം തവണ വിവാഹം കഴിക്കാൻ അയാൾക്ക് അവകാശമില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. കൂടാതെ ആമിർ ഖാൻ ഈ തീരുമാനങ്ങൾ സമൂഹത്തിൽ ഇസ്ലാമിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയാണെന്നും അമുസ്ലിങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം അയക്കുകയും ചെയ്യുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ജൂലൈ 5 ഒരു സ്വകാര്യ ചടങ്ങിലാണ് ആമിറും ഗൗരിയും വിവാഹിതരായത്. അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. ആമിർ ഖാന്റെ മൂന്നാമത്തെ വിവാഹമാണിത്. അദ്ദേഹം മുമ്പ് റീന ദത്തെ വിവാഹം കഴിച്ചിരുന്നു. അവർക്ക് ജുനൈദ്, ഇറ എന്നീ 2 കുട്ടികളുണ്ട്. 16 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം 2002 ഈ വിവാഹമോചനത്തിൽ അവസാനിച്ചു. പിന്നീട് അദ്ദേഹം ചലച്ചിത്ര സംവിധായിക കിരൺ റാവുവിനെ വിവാഹം കഴിച്ചു. ഈ വിവാഹത്തിൽ അവർക്ക് ആസാദ് എന്നൊരു മകനുണ്ട്. ഏകദേശം 15 വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ശേഷം 2021 അവർ പരസ്പരം വേർപിരിയാൻ തീരുമാനിച്ചു. മൂന്നാം വിവാഹത്തിന് 3 വിവാദങ്ങളും വാചാടോപങ്ങളും ഉണ്ടായിരുന്നു. മുസ്ലിം മത നേതാക്കളും ഈ ഫത്വയ്ക്ക് മുമ്പ് തന്നെ ആമിർ ഖാന്റെ മൂന്നാം വിവാഹം രാഷ്ട്രീയ ചർച്ചാ വിഷയമാക്കിയിരുന്നു. മഹാരാഷ്ട്ര സർക്കാരിലെ മന്ത്രിയും BJP നേതാവുമായ നിതേഷ് റാണെ ആമിർ ഖാന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും ആവർത്തിച്ചുള്ള വിവാഹങ്ങളെക്കുറിച്ചും രൂക്ഷമായ പരാമർശങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. തിങ്കളാഴ്ച മഹാരാഷ്ട്ര മന്ത്രിയും ശിവസേന നേതാവുമായ സഞ്ജയ് ഷിർസാത്തും ആമിർ ഖാന്റെ മൂന്നാം വിവാഹത്തെ പരസ്യമായി വിമർശിച്ചു. ഇത് സമൂഹത്തിന് മോശം മാതൃകയാണെന്ന് വിശേഷിപ്പിച്ചു. ആമിർ ഖാന്റെ മൂന്നാം വിവാഹത്തെ കർണിസേനയും മറ്റ് നിരവധി ഗ്രൂപ്പുകളും ആരോപണ വിധേയമാക്കുന്നുണ്ട്. ഇതിനെ ഒരു ലവ് ജിഹാദ് പ്രവൃത്തിയായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ആമിർ ഖാന്റെ ഉദ്ദേശത്തെ അവർ ചോദ്യം ചെയ്യുകയും മനഃപൂർവ്വം ഹിന്ദു സ്ത്രീകളെ ആവർത്തിച്ച് വിവാഹം കഴിക്കുകയും കുട്ടികളെ ഉണ്ടാക്കുകയും ചെയ്യുകയും പിന്നീട് ഉപേക്ഷിക്കുകയുമാണെന്ന ഗുരുതര ആരോപണവും ഉയർത്തുന്നുണ്ട്. മുസ്ലിം മത നേതാക്കളും ദാറുൽ ഇഫ്തയും വിവാദത്തിൽ ഇടപെട്ടതോടെ ആമിർ ഖാന്റെ ആരാധകരും സോഷ്യൽ മീഡിയയിൽ വിമർശകരും തമ്മിലുള്ള ചർച്ച ശക്തമായി. ഈ മുഴുവൻ വിവാദത്തെക്കുറിച്ചും ആമിർ ഖാൻ ഇതുവരെ ഒരു പ്രസ്താവനയും നടത്തിയിട്ടുമില്ല.